ഡ്രൈ ഓയിൽ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ അയച്ച കാരണം ഇനി ഡ്രൈൻ ചെയ്യാനായിട്ട് വേറെ ഒന്നുമില്ല. ഡ്രൈൻ ചെയ്യാനായിട്ട് ഇത് ഇവിടെ ഒരു 12 നെട്ടുണ്ട്. 11 നെറ്റ് അഴിക്കുക. അപ്പം എല്ലാവരും പോകുന്നു. ഈ ഒരു നെറ്റ് അഴിച്ചാൽ മതി. ഈ ഒരു നെറ്റ് അഴിച്ച് കഴിഞ്ഞാൽ 12-ൻ്റെ അപ്പോൾ എല്ലാ ഓയിലും കൂടി പുറത്തേക്ക് വന്നോളൂ. ശരിക്കും പറഞ്ഞെങ്കിൽ വാഷർ മാറ്റണം, പക്ഷെ നമ്മൾ ഇപ്പോൾ മാറ്റണമല്ല. ഇപ്പം നമ്മളിപ്പോൾ മാറ്റണമല്ല. അപ്പോൾ എല്ലാ ഓയിലും അതിൽ കൂടെ വന്നോളും. ചെരിച്ച് കൊടുക്കേണ്ട കാര്യമില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ചെരിഞ്ഞിരിക്കണേ, സെൻറ്റർ സ്റ്റാൻഡ് അല്ലാത്ത കാരണം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും എല്ലാം വറ്റിക്കോളും ഓയിൽ. അത് കഴിഞ്ഞിട്ട് പുതിയ ഓയിൽ ഒഴിക്കുക. പുതിയ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുക. കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്താണ് ഓയിൽ ഫിൽറ്റർ വരുന്നത്. ഓയിൽ ഫിൽറ്റർ ഓയില് വലിയ കംപ്ലൈൻ്റ് ഒന്നും ആയിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം അധികം 4000 കിലോമീറ്ററാണ്ട് ഓടിയിട്ടുള്ളൂ. പിന്നെ 8 മാസമായി മാറ്റിയിട്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ മാറ്റാമെന്ന് വിചാരിച്ചായിരുന്നു. ഫുൾ ഓയിലും തീർന്നിട്ടില്ല. ഒരു 5 മിനിറ്റ് പിടിക്കും ഫുൾ ഓയിൽ തീരണേ. ഫുൾ ഓയിൽ തീർന്നു. ഇനിയിപ്പോൾ ഡ്രൈനെട്ട് റിട്ടേൺ ഫിറ്റ് ചെയ്യുക. ഇത് തന്നെ 12-ൻ്റെ തന്നെ ഡ്രൈനെട്ട് വീണ്ടും അതുപോലെ തന്നെ റിട്ടേൺ. അപ്പോൾ ഡ്രൈനെട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിന് ടൈറ്റ് ചെയ്യേണ്ട, ഒരു മീഡിയം ടൈറ്റ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഇനി ഓയിൽ ഫിൽറ്റർ ഫിക്സ് ചെയ്യണം. ഓയിൽ ഫിൽറ്റർ എടുക്കട്ടെ. ഇത് ഓയിൽ ഫിൽറ്റർ, ജാസ്കറ്റ്. ഇത് ഓയിൽ ഫിൽറ്റർ. ഇത് ഓയിൽ ഫിൽറ്ററിങ് പുതിയത്. ഓയിൽ ഫിൽറ്ററും ജാസ്കറ്റും പുതിയത്. അഴിച്ച പോലെ തന്നെ ഫിറ്റാക്കിയുള്ളൂ. അപ്പം അങ്ങനെ ഇത് ഫിറ്റാക്കിയിട്ട് വീഡിയോ കാണിച്ചു തരാം. അങ്ങനെ ഓയിൽ ഫിൽറ്ററും ഫിറ്റാക്കി കഴിഞ്ഞു. ഓയിൽ ഉറ്റിയും കഴിഞ്ഞു. ഇപ്പോൾ അടുത്തത് ഓയിൽ ഫില്ല് ചെയ്യാനും. $1,600 ഓയിൽ. അപ്പോൾ ഇത് 1 ലിറ്റർ. അടിയിലത്തെ ഗ്ലാസ്സിൽ അറിയാൻ പറ്റും ഓയിൽ ഗേജ് പോലെ.
ഇനി 600 ഓയിലും കൂടി ഒഴിക്കാം.